ഹായ്, ഞാൻ ഇന്ന് കൃഷിയുടെ കുറച്ച് ബാലപാഠങ്ങൾ പറയാൻ വന്നിരിക്കുകയാണ്. ഒരു കൃഷി വിജയിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ കൃഷി നന്നായി വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ കാര്യം മണ്ണറിവ്. മണ്ണിനെക്കുറിച്ചുള്ള ശരിയായ ഒരു ധാരണ. ആ മണ്ണ് നമ്മൾ കൃഷി ചെയ്യാനുള്ള എടുക്കുന്ന കൃഷിഭൂമി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. ജലലഭ്യത ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നല്ല ഫലഭൂഷ്ടമായ മണ്ണ് ആയിരിക്കണം. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം വിളയറിവ്. ഇപ്പം ഏത് വിളയാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ വേണം. വിപണിക്ക് പ്രിയപ്പെട്ടത് വേണം കൃഷി ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പച്ചക്കറി ചെയ്യുന്ന ആൾ, ഒരു പടവലം ചെയ്യുന്ന ആൾ, അപ്പോൾ നീളം പടവലമുണ്ട്, കുള്ളം പടവലമുണ്ട്, ഇടത്തരം പടവലങ്ങയുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് വിപണിക്ക് പ്രിയപ്പെട്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. കാരണം നീളം പടവലമായിട്ട് ചിലപ്പം ചന്തയിൽ ചെന്നാൽ അതിന് വില കിട്ടണമെന്നില്ല, കുള്ളം പടവലമായിട്ട് ചെന്നാൽ വില കിട്ടണമെന്നില്ല. ഇടത്തരം ഓരോ പ്രദേശത്തിനും വ്യത്യാസമാണ്. അതേപോലെ തന്നെ പാവയ്ക്കയുടെ കാര്യം, പച്ച പാവയ്ക്കയുണ്ട്, അതുപോലെ ഇളം വെള്ള നിറമുള്ള വെള്ള കലർന്ന പച്ചയുള്ള ചെറിയ പാവയ്ക്കയുണ്ട്. ഇതിലേതാണ് വിപണിക്ക് പ്രിയപ്പെട്ടതെന്ന് നമ്മൾ അറിയണം. ഇപ്പം തെങ്ങ് വെക്കുകയാണെങ്കിൽ ഇളനീർ തെങ്ങാണോ, ഇളനീരിന് ഡിമാൻഡ് ഉണ്ടാണെങ്കിൽ ഇളനീരിന് പറ്റിയ തെങ്ങ് വെക്കണം. അല്ലെ തേങ്ങയും കൊപ്രയും വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് പറ്റിയ തെങ്ങ് വെക്കണം. അപ്പം വിപണിക്ക് പ്രിയപ്പെട്ടത് എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമതായിട്ട് അറിയേണ്ട കാര്യം, ഒരു വിളയ്ക്ക് വേണ്ടുന്ന വളം ഏതാണ്, അതാണ് നമ്മൾ കൃത്യമായിട്ട്. പല കൃഷിക്കാർക്കും ശരിയായിട്ടുള്ള ധാരണയില്ലാത്ത ഈ ഒരു കാര്യത്തിലാണ്. ഏത് വളമാണ് ഒരു ചെടി നന്നായിട്ട് വിളവിലേക്ക് എത്താൻ വേണ്ടത്, ഏതേത് വളങ്ങളൊക്കെ കൊടുക്കണം, അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. പിന്നെ നാലാമതായിട്ട് നമ്മൾ വേണ്ടത് ഇതിന് വരുന്ന കീടങ്ങളും രോഗങ്ങളും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ശരിയായ ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ നമുക്ക് കീടങ്ങൾ ബാധിച്ചാൽ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, അല്ലെ രോഗങ്ങൾ ബാധിച്ചാൽ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ നമുക്ക് കൃത്യമായും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ വിളകളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് തെങ്ങിന് വരുന്ന കൊമ്പൻ ചെല്ലി വന്നിട്ട് നമ്മൾ തെങ്ങിൽ കയറിയിട്ട് അത് നീരൂറ്റി കുടിച്ചിട്ട് പറന്നു പോകുന്ന ആ ദ്വാരത്തിലേക്കാണ് ചുവന്ന എല്ലി വരുന്നത്. ചുവന്ന എല്ലി വന്നിട്ട് നീര് കുടിക്കുകയും ചെയ്യും. ഒപ്പം 100 കണക്കിന് മുട്ട, ഒരു ചെല്ലി തന്നെ 100 കണക്കിന് മുട്ട ഇടുന്നത്. അതങ്ങോട്ട് വിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ കുരൽ മുഴുവൻ തിന്നിട്ട് നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കും തെങ്ങിൻ്റെ മണ്ടം മറിയുന്നത്. അപ്പോൾ ശരിയായിട്ട് നമ്മൾ കൊമ്പൻ ചെല്ലിയുള്ള സമയത്ത് കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിച്ചാൽ ചെമ്പനെയും നിയന്ത്രിക്കാം. അപ്പോൾ ചെമ്പം ചെല്ലിയും അതിൻ്റെ പുഴുക്കളും ഒന്നും വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശരിയായ ധാരണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. സർവോപരി വിൽക്കാൻ അറിയണം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ഒരു കൃഷി വിജയിപ്പിക്കാൻ അത്യാവശ്യമായി ഒരു കൃഷിക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കൃഷിയുടെ ബാലപാഠങ്ങൾ. അതാ ഞാൻ പറഞ്ഞ കൃഷിയുടെ ബാലപാഠങ്ങൾ. അപ്പോൾ അത് ഒന്നൊന്നായിട്ട് ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. ഇപ്പം മണ്ണറിവ് എന്ന് പറയുന്നത് ആണ് ഒന്നാമത്തെ കാര്യം. മണ്ണറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൃഷിഭൂമി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലവും ജലലഭ്യതയുള്ളതായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഫലഭൂഷ്ടമായിരിക്കണം. ഈ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണിൽ നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫലഭൂഷ്ടി എങ്ങനെ അറിയുന്നത്? ശരിയായ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലേ അറിയാൻ പറ്റുള്ളൂ. മണ്ണിൽ എത്ര ജൈവാംശമുണ്ട്, മണ്ണിൻ്റെ അമ്ലത എന്താണ്, മണ്ണിലെ നീർവാർച്ച സൗകര്യം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മണ്ണിൽ വായു സഞ്ചാരം എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള അറിവ് വേണമെങ്കിൽ അത് എല്ലാ വർഷവും മണ്ണ് പരിശോധിക്കണം. മണ്ണ് പരിശോധിച്ച് ഏതാണ്ട് ഒരു ചെടി ശരിയായിട്ട് നന്നായിട്ട് വളരണമെങ്കിൽ 10, 18, 19 മൂലകങ്ങൾ വേണം, പോഷകങ്ങൾ വേണം. നമ്മൾ സമീകൃതമായിട്ട് ആഹാരം കഴിക്കുന്ന പോലെ സമീകൃതമായിട്ട് പോഷകങ്ങൾ ലഭ്യമാണ്. ഒന്നീ മണ്ണിൽ നിന്ന് കിട്ടണം. മണ്ണിലില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനെ ആ വളപ്രയോഗം എന്ന് പറയും. മണ്ണിൽ ഈ പറയുന്ന പോഷകങ്ങൾ ഏതേത് അളവിൽ ഉണ്ട് എന്നറിയാനാണ് മണ്ണ് പരിശോധന നടത്തേണ്ടത്. അപ്പം ഒരു കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് ഇപ്പം നമ്മൾ ഏത് കൃഷി ആയിക്കോട്ടെ എല്ലാ വർഷവും മണ്ണ് പരിശോധിക്കണം. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൽ കുറവുള്ള മൂലകം ഏതാണോ, പോഷകം ഏതാണോ അതടങ്ങിയ വളങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ കൈ കിട്ടുന്ന വളങ്ങളൊന്നും മണ്ണിലിട്ട് കൊടുക്കലല്ല ശരിയായ വളപ്രയോഗം. ഇപ്പം മണ്ണിൽ വേണ്ടത്ര പൊട്ടാഷിൻ്റെ വളം കൊടുക്കണ്ട. വേണ്ടത്ര അളവിൽ നൈട്രജൻ ഉണ്ട്, നൈട്രജൻ അടങ്ങിയ ഒരു വളവും കൊടുക്കണ്ട. ഫോസ്ഫറസ് ഉണ്ട്, അതടങ്ങിയ വളം കൊടുക്കണ്ട. സൂക്ഷ്മ മൂലകങ്ങളെല്ലാം ഉണ്ട്, പിന്നെ അതിൻ്റെ ഒന്നും വളം കൊടുക്കണ്ട. അപ്പം ശരിയായ ലാഭകരമായ കൃഷിക്ക് മണ്ണ് പരിശോധിച്ച് മണ്ണിൽ കുറവുള്ള പോഷകങ്ങൾ ഏതാണെന്ന് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, മണ്ണറിവിലെ ഒന്നാമത്തെ കാര്യം. അപ്പം മണ്ണറിഞ്ഞ് വളം ചെയ്യുക എന്നുള്ളതാണ്. മണ്ണറിയണമെങ്കിൽ മണ്ണ് പരിശോധിക്കണം.
ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം വിളയറിവ്. ഏറ്റവും മുന്തിയ ഇനങ്ങൾ തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ പച്ചക്കറിയിലാണ് ഹൈബ്രിഡ് വിത്തുകളാണ് ഏറ്റവും ഉത്തമം. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പലർക്കും ഒരു തെറ്റായ ധാരണ, ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ ഈ ചെടികളൊക്കെ പരാഗണം നടക്കുന്ന പൂമ്പാറ്റയും തേനീച്ചകളും ഒക്കെയാണ്. അതാണ് നമ്മുടെ പൂമ്പൊടികൾ. ഇപ്പൊ തെങ്ങിലായാലും എന്തിലാണേലും പച്ചക്കറിയിലാണെങ്കിലും പരാഗണം നടത്തുന്ന ഏജന്റ് എന്ന് പറഞ്ഞ പോളിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജീവികളാണ്. അതിനു പകരം മനുഷ്യരാവുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുള്ളൻ തെങ്ങിലേക്ക് വലിയ തെങ്ങിന്റെ പൂമ്പൊടി കൊണ്ട് നമ്മൾ തന്നെ സന്നിവേശിപ്പിച്ച് ആ വെള്ളയ്ക്ക് ഒരു തേങ്ങയാക്കി മാറ്റിയിട്ട് അതിനെ കുഴിച്ചു വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഹൈബ്രിഡ്. TNTയുടെയും DNTT അത്തരത്തിലുള്ള പച്ചക്കറിയുടെയും ആ തൈകൾ എന്ന് പറഞ്ഞാൽ, ഹൈബ്രിഡ് തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പരാഗണം മനുഷ്യർ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഹൈബ്രിഡ് തൈകൾക്ക് പ്രത്യേകതരം സവിശേഷമായ ഗുണങ്ങളുണ്ടാകും. കാരണം അത് ഏത് ഗുണമാണ് അതിൽ ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ പോളൻ ഗ്രെയിൻസ്, അല്ലെങ്കിൽ ഇപ്പം ഒരു നല്ല അമ്മത്തെങ്ങിലേക്ക് ഉദാഹരണത്തിന് മലയൻ ഡാർഫ് എന്ന് പറയുന്ന ഒരു കുള്ളൻ തെങ്ങ്, ആ കുള്ളൻ തെങ്ങ് ഓറഞ്ച് കുള്ളൻ തെങ്ങിലേക്ക് ഒരു വലിയ തെങ്ങിൻ്റെ നല്ല ഈൽഡുള്ള ഒരു വലിയ തെങ്ങിൻ്റെ പൂമ്പൊടി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പെൺപൂവിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇതിലെ ആൺപൂക്കളെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പൂമ്പൊടി ഇടുന്നത്. ആ പൂമ്പൊടി ഉണ്ടാക്കുന്ന അമ്മത്തെങ്ങ് ചെറുതായതുകൊണ്ട്, കുള്ളനായതുകൊണ്ട് അതിന് DNTT എന്ന് പറയും. അത്തരത്തിലുള്ള അപ്പം ഇതിൻ്റെ ഗുണം എന്താണ്? വലിയ തേങ്ങ, നന്നായിട്ട് കായ്ക്കുന്ന തേങ്ങ ഉണ്ടാവുന്ന ആ ഒരു ഗുണം ഈ കുഞ്ഞു തെങ്ങിനും ചില ഗുണങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാവുന്ന ഈ അടുത്ത തലമുറ നമ്മൾ ആ തേങ്ങ, അത് അങ്ങനെ ഉണ്ടാവുന്ന തേങ്ങ വിളഞ്ഞു കഴിഞ്ഞ് നമ്മളത് പാകുമ്പോൾ അതിനെ DNTT എന്ന് പറയും. ആ DNTTക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സംകരണം നടത്തുന്നത്. പ്രകൃതിയാലും അത്തരത്തിലുള്ള സംകരണം നടക്കുന്നുണ്ട്. നമ്മുടെ മ്യൂട്ടന്റ് വെറൈറ്റിയൊക്കെ അത്തരത്തിലുണ്ടാകുന്നു. മ്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രകൃതി തന്നെ ഇത്തരത്തിൽ മ്യൂട്ടന്റ് വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളയറിവ് എന്ന് പറയുന്ന കാര്യം നമ്മൾ വളരെ ഏറ്റവും മുന്തിയ ഇനങ്ങൾ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം. ഏത് തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും, നമ്മുടെ നടുതലകളാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ കപ്പയാണെങ്കിലും, പച്ചക്കറി ആണെങ്കിലും, എന്തും ആയിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, ഏറ്റവും ഗുണമേന്മയുള്ളത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഗുണമേന്മ നമ്മൾ സങ്കരയിനം വിത്തുകളും സങ്കരയിനം തൈകളും ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് തൈകളും ബഡ് തൈകളും ഒക്കെ ഉണ്ട്. അത്തരം ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ച്ചെടുക്കാൻ കഴിയും. ഇപ്പം ഒരു പ്ലാവ് മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ച് മാങ്ങയാക്കി എടുക്കാൻ ഒരുപാട് വർഷം വേണം. പ്ലാവാണ് ചക്കുരു ഇട്ട് അതിന് ചക്കയാക്കി എടുക്കാൻ ഒരുപാട് വർഷം വേണം. അതിന് പകരം ബഡഡ് തൈയോ ഗ്രാഫ്റ്റഡ് തൈയോ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരുവിധ ജനിതക ദോഷങ്ങളൊന്നും ഇല്ല. പല ആൾക്കാരും അങ്ങനെ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് അല്ലെങ്കിൽ ബഡ് തൈകളൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പം അത് നമുക്ക് കേടുണ്ടാവും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പൂമ്പാറ്റകളും തേനീച്ചകളും ചെയ്യുന്ന പണി മനുഷ്യർ ചെയ്തു അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഹൈബ്രിഡ്. അതുപോലെ തന്നെ ഒട്ടിക്കൽ, നമുക്ക് മുന്തിയ ഇനം പിന്നെ മാവുകൾ നമ്മുടെ ഒരു നാടൻ മാവിലേക്ക് ഒട്ടിച്ച് മാവുകൾ, ഒരു മാവിൽ തന്നെ പല മാവിൻ്റെ ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള തൈകൾ നടുക എന്നുള്ള, അല്ലെ വിളകൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് വിളയറിവിലുള്ളത്. പിന്നെ വളങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാവുന്നതാണ്. എങ്കിലും പറയുകയാണ്, ഏതാണ്ട് ഒരു പ്രാഥമിക മൂലകങ്ങൾ ഒരു 6 എണ്ണം വേണം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അത് 3 വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്ന് കിട്ടും. പിന്നെ നൈട്രജൻ, ചെടിയുടെ ശരീരം വളരാൻ പ്രധാന ഉപയോഗങ്ങളാണ് പറഞ്ഞത്. ശരീരം വളരാനുള്ള മൂലകമാണ്. അതുപോലെ ഫോസ്ഫറസ്, വേര് വളരാനുള്ള, പൊട്ടാഷ് പ്രൊഡക്ഷൻ ഉണ്ടാകാനുള്ള. അപ്പോൾ ആ മൂലകങ്ങളൊക്കെ ശരിയായ അളവിൽ മണ്ണിലുണ്ടാവണം. മണ്ണിലില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. പിന്നെ രോഗങ്ങളും കീടങ്ങളും, ഒരുപാട് തരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ വിളകൾക്കുണ്ടാവും. ഈ കീടങ്ങളെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം? കീടങ്ങളെ നിയന്ത്രിക്കാൻ 3-4 രീതികളുണ്ട്. നമ്മുടെ മെക്കാനിക്കൽ, യാന്ത്രിക രീതിയുണ്ട്, ജൈവ രീതിയുണ്ട്, അതുപോലെ തന്നെ രാസരീതിയുണ്ട്. അപ്പോൾ ഈ 3 രീതികൾ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പം തെങ്ങിൻ്റെ കൊമ്പൻ ചെല്ലി കയറിയ തെങ്ങിൽ നമ്മൾ കമ്പി കൊണ്ട് കുത്തിയെടുക്കാം. അതിനെ യാന്ത്രിക രീതി എന്ന് പറയുന്നത്. കൈകൊണ്ട് പുഴുക്കളെയൊക്കെ നമുക്ക് പച്ചക്കറിയിൽ നിന്നൊക്കെ എടുത്ത് കളയുന്നത് അതിൻ്റെ യാന്ത്രിക രീതി എന്ന് പറയുന്നത്. ജൈവ രീതി എന്ന് പറഞ്ഞാൽ ജീവാണുക്കളെ ഉപയോഗിച്ചുകൊണ്ടും ജൈവ കീടനാശിനികളെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ ജൈവ രീതി എന്ന് പറഞ്ഞത്.
അപ്പോൾ ജീവാണുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീടങ്ങൾക്കെതിരെയാണെങ്കിൽ ബിവേറിയ ബാസിയാന, അതുപോലെ വെർട്ടിസിലിയൻ ലെക്കാനി, അതേപോലെ തന്നെ ബാസിലസ് തുറിഞ്ചിയൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കൾച്ചറുകൾ, ജീവാണു കൾച്ചർ കിട്ടും. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് പലതരം കീടങ്ങളെയും പുഴുക്കളെയൊക്കെ നശിപ്പിക്കാം. പിന്നെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടം, മഞ്ഞളിപ്പ്, അഴുകൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അപ്പം ഒരു ചെടി വാടി നിൽക്കുന്നു, തക്കാളി വാടി വീഴുന്നു, അല്ലെങ്കിൽ പച്ചമുളക് വാടി വീഴുന്നു, പിന്നെ വഴുതന വാടി നിൽക്കുന്നു, അത് രോഗമാണെന്നറിയുക. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പുഴുവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രോഗനാശിനിയാണ് അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുകൊണ്ട് സമീപനങ്ങൾ. ജൈവ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവാണുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സ്യൂഡോമോണാസ് ഫ്ലൂറിസൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു ബാക്ടീരിയയാണ്. അതിൻ്റെ കൾച്ചർ വാങ്ങിച്ചിട്ട് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒരു 10-15 ദിവസം കൂടുമ്പോൾ പച്ചക്കറികളിലൊക്കെ തളിച്ചു കൊടുത്താൽ ഏതരം കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും. ട്രൈക്കോഡർമ വിറിഡെ എന്ന് പറഞ്ഞ ഒരു കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അതൊരു കുമിളാണ്, ഫംഗസാണ്. അതിൻ്റെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അതും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുക്കാം, ചൂട്ടിലൊഴിച്ചു കൊടുക്കാം, രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രത്തോളം ത്യാഗങ്ങളൊക്കെ സഹിച്ച് കൃഷി ഉണ്ടാക്കിയാൽ പോരാ, മര്യാദയ്ക്ക് വിൽക്കാനും കൂടെ അറിയണം. വിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയണം. വിൽക്കാൻ പഠിച്ചില്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് വിൽക്കാൻ കഴിയാന്ന് നോക്കണം. പച്ചക്കറികളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറി ഭയങ്കരമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് കറിക്കൂട്ടുകളായിട്ട് പാക്കറ്റിലാക്കിയിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. സാമ്പാർ കൂട്ട്, തോരക്കൂട്ട്, അവിയൽ കൂട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വീടുകളിൽ സപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പശുവിനെ വളർത്തുന്നവർക്ക് പാല് വീടുകളിൽ, ഇപ്പം നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുത്താൽ 10-40 രൂപയല്ലേ കിട്ടുള്ളൂ ലിറ്ററിന്. അത് നമുക്ക് വീടുകളിൽ നേരിട്ട് ആവശ്യക്കാർക്ക് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫുൾ വില കിട്ടും. 60 രൂപ, ഇപ്പം 64 രൂപയുണ്ട്. 64 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് വിൽക്കാൻ കഴിയണം. അതുപോലെ തന്നെ നേന്ത്രവാഴയൊക്കെ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ഓണക്കാലത്താണ് വിളവെടുക്കുന്നത്. ഓണക്കാലത്ത് തീർച്ചയായിട്ടും അതിന് വില കുറഞ്ഞു പോകും. അതേസമയം ഈ സമയത്ത്, അതായത് നമ്മളൊരു ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓണത്തിന് മുമ്പായിട്ട് വെട്ടി വിൽക്കുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് നട്ടു നോക്കൂ. ഈ സമയത്ത് നല്ല വില, 80 രൂപ. നേന്ത്രനൊക്കെ ഇപ്പോൾ 80-90 രൂപ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വാല്യൂ ആഡഡ് ആക്കുക, അതൊരു മാർഗ്ഗമാണ്. അങ്ങനെയൊക്കെ നമുക്ക് വിൽക്കാൻ പഠിച്ചാൽ മാത്രമേ ശരിയായിട്ട് കൃഷി വിജയിപ്പിക്കാനും കഴിയത്തുള്ളൂ.